തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 1.77% ഉയർന്ന് 23,851 ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.56%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.52% ഉയർന്നു. മാക്രോ എക്കോണമിക് കണ്ടീഷൻസിൽ വന്ന ഇംപ്രൂവ്മെൻറ്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലേക്ക് മാറിയതുമാണ് മാർക്കറ്റിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സൊമാറ്റോ, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതേസമയം വിപ്രോ, ഹിൻഡാൽകോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിയാൽ നിഫ്റ്റി ബാങ്ക് 2.21%, ഫിനാൻഷ്യൽ സർവീസ് 2.27% ഉയർന്നു. നാളത്തെ ട്രേഡിംഗ് സെഷനിലെ, അതായത് നാളെ മാർക്കറ്റ് അവധിയാണ്, തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലെ മാർക്കറ്റിൻ്റെ പ്രധാന ലെവലുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 23,800 മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയതുകൊണ്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 23,750, 23,700 തുടങ്ങിയ സോണുകളായിരിക്കും പ്രവർത്തിക്കുക. ഇനി 23,500 ആയിരിക്കും മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. IT സെക്ടറിലെ പ്രമുഖ കമ്പനിയായ ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പ്രധാന ഹൈലൈറ്റ് കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഇടിയുകയാണ് ഉണ്ടായത്. കമ്പനിയുടെ പ്രോഫിറ്റ് 11.75% ഇടിഞ്ഞ് 7,969 കോടിയിൽ നിന്നും 7,033 കോടിയിലേക്കെത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 8% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 37,923 കോടിയിൽ നിന്നും 40,925 കോടിയിലേക്കെത്തി. കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ ഓട്ടോമേഷൻ തുടങ്ങിയ സെക്ടറുകളിൽ മികച്ച വളർച്ച കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ടിലെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് കമ്പനിയുടെ റവന്യൂവും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ഓപ്പറേറ്റിംഗ് മാർജിനിലും വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ ഏറ്റവും മികച്ച ഫ്രീ ക്യാഷ് ഫ്ലോയും ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം കമ്പനി പുറത്തുവിടുകയും ചെയ്തു. ഇനി ക്വാർട്ടർലി റിസൾട്ടിലെ മറ്റ് പ്രധാന ഹൈലൈറ്റുകളിലേക്ക് കടക്കാം. കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് 4.8% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 3.5% ഇടിഞ്ഞു. ഓപ്പറേറ്റിംഗ് മാർജിൻ ഇയർ ഓൺ ഇയറിൽ 0.9% വർദ്ധിച്ചെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 0.3%-ഓളം ഇടിയുകയാണ് ഉണ്ടായത്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 22 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മെയ് 30-ാം തീയതിയാണ്. ഡിവിഡൻഡിൻ്റെ പേ ഔട്ട് ഡേറ്റ് ജൂൺ 30-ാം തീയതിയാണ്. ഇൻഫോസിസ് എല്ലാ സെക്ടറിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. പ്രത്യേകിച്ചും BFSI സെഗ്മെൻറ്റിൽ 12.6% വളർച്ച ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചു. മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള IT സേവനം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ 14%-ഓളം വളർച്ചയാണ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഇൻഫോസിസ് എന്ന കമ്പനി കൈവരിച്ചത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലെ പെർഫോമൻസ് നോക്കിയാൽ ഇന്ത്യൻ മാർക്കറ്റിൽ 43.7% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. യൂറോപ്പിൽ 15% വളർച്ച കൈവരിച്ചപ്പോൾ നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള റവന്യൂ 0.4%-ഓളം ഇടിയുകയാണ് ഉണ്ടായത്. ഇൻഫോസിസിൻ്റെ അട്രീഷൻ റേറ്റ് 14.1%-അടുത്തായി തുടരുന്നു. കൂടാതെ കമ്പനി $2.6 ബില്യൺ ടോട്ടൽ ഡീലുകളാണ് 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 4-ൽ സ്വന്തമാക്കിയത്. സിറ്റിസൺസ് ഫിനാൻഷ്യൽ ഗ്രൂപ്പും സീമെൻസ് AG ഗ്രൂപ്പുമായിട്ടുള്ള സ്ട്രാറ്റജിക് ഡീലുകൾ. ഇതിൽ ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം ഇൻഫോസിസിൻ്റെ ADR വെർഷൻ 2.4% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ADR വെർഷനിൽ വന്ന ഇടിവിൻ്റെ പിന്നിലെ പ്രധാന കാരണം 2026 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് 3%-ആയി കുറച്ചതുകൊണ്ടാണ്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഇൻഫോസിസിൻ്റെ ഗ്രോത്ത് ഗൈഡൻസ് 4.5 മുതൽ 5% അവിടെ നിന്നും 0.0 മുതൽ 3%-ലേക്കാണ് ഗ്രോത്ത് ഗൈഡൻസ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വരുന്ന ക്വാർട്ടറിൽ കമ്പനി അത്ര മികച്ച പെർഫോമൻസ് നടത്തുന്നില്ല അല്ലെങ്കിൽ വരുന്ന ക്വാർട്ടറിൽ നിന്നും കമ്പനിയുടെ മാനേജ്മെൻറ്റ് അത്ര മികച്ച പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ന് വിപ്രോയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചിലപ്പോൾ ഇൻഫോസിസിലും വന്നേക്കാം.